ഇതൊക്കെയാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത്. നാട് നീളെ യുദ്ധവും പിടിച്ചുപറിയും കൊലപാതകങ്ങളും ഭവനവേദനയും ഒക്കെ തന്നെ. പത്രമാണെങ്കിലോ തുറന്നു നോക്കിക്കൂടാ, അതിലും ഇതൊക്കെ തന്നെ. എന്താ ചെയ്യ? ഞാന് പത്രവും മൊബൈലും ഒക്കെ നോക്കുമ്പോഴുള്ള കാര്യം പറയാ, എല്ലായിടത്തിലും കൊലപാതകം, യുദ്ധം, പിന്നെ പിടിച്ചുപറി, ഇതൊക്കെ തന്നെ. എന്താ ചെയ്യ? എങ്ങനെയൊക്കെ ആയാലും എന്തിനാ ഇതൊക്കെ ആലോചിച്ചിങ്ങനെ കൂട്ടുന്നു? ഒക്കെ ഇതൊക്കെ വായിച്ചാണ്ട് വിട്ടയച്ചാ പോരെ. നമ്മുടെ പറമ്പിലെ അത്യാവശ്യം കൃഷിയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് സമാധാനം കിട്ടൂലേ? അത് ശരിയാ. നമ്മളെ ഇഞ്ചിയും മഞ്ഞളും രാമച്ചൊക്കെ നട്ട സ്ഥലത്തൂടെ നടക്കുമ്പോ തന്നെ അതൊരു സുഖം. ആ രാമച്ചത്തിന്റെ ഒരു ഇല പൊട്ടിച്ച് മണത്ത് വെക്കുമ്പോ എന്തൊരു മണമെന്നറിയാം. ആ സ്ഥലത്തൂടെ പോകുമ്പോ ആ സ്ഥലത്തിന്റെ കാറ്റിന് തന്നെ ഭയങ്കര സുഗന്ധ. ആ ചീരക്ക് വളം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നോ? അത് മറക്കരുതേ. പിന്നെ ഇടയ്ക്ക് ആ ഗോമൂത്രം തളിക്കാനും മറക്കരുത്. നമ്മുടെ പ്ലാവിന്മേലൊക്കെ ഇപ്രാവശ്യം നല്ലോണം ചക്ക ഉണ്ടായിട്ടുണ്ട്. ഈ ചക്ക പുഴുക്കാക്കിയാല് പ്രമേഹം വരില്ല എന്നാ പറയുന്നത്. പിന്നെ 2-3 മാവ് ഒഴികെ എല്ലാറ്റിലും മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം ഗംഭീരാണ് കേട്ടോ. മാങ്ങ മൂക്കുമ്പോഴേക്കും പറിക്കാൻ ആളെ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഒക്കെ കാക്കയും കിളികളും കൊണ്ടുപോകും, നമുക്കൊന്നും കിട്ടാണ്ടോ. അത് ശരിയാ. ഇപ്പൊ തന്നെ ആരെങ്കിലും ഏൽപ്പിക്കണം. ഏപ്രിൽ തുടങ്ങുമ്പോഴേക്ക് തന്നെ കുറെയൊക്കെ മൂത്ത് തുടങ്ങും. ഈ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ പാറാടനും കാക്കയും തമ്മിലുള്ള ഒരു കളിയായിരിക്കും. മനസ്സിലായില്ലേ? സന്തോഷേട്ടാ, ഞാൻ അകത്തേക്ക് പോവാ. നിങ്ങളെ ചങ്ങായി വരുന്നുണ്ട്, നിങ്ങളെ കിട്ടൂലല്ലോ. ഓ, കോയൊക്കെ എത്തിയോ? ഇനി കുറെ സമയം സംസാരിക്കാൻ ആളായല്ലോ. വാ ഇരി ഇരി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സന്തോഷേട്ടാ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, ഒരു ദിവസം സന്തോഷേട്ടന്റെ കണ്ണിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ലേ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഞാനും പറയും. കോയ, സമീറാനോട് പറയും, മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ ജീവിതം നീട്ടിക്കെട്ടുമെന്ന്. അവളോട് അസൂയപ്പെടണ്ടെന്നും പറയും. മനസ്സിലായില്ലേ? അല്ല, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്ത് സന്തോഷേട്ടാ, നേരം വെളുക്കുന്നു, രാത്രിയാവുന്നു, അതിനിടയിൽ കുറെ പേരെ കാണുന്നു, സംസാരിക്കുന്നു, ചിലപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടക്കുന്നു, സന്തോഷത്തോടെ പോയി കിടന്നുറങ്ങുന്നു. നന്നായി കോയ. എപ്പോഴും നമ്മുടെ മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും നമ്മളെ തീരെ ബുദ്ധിമുട്ടിക്കില്ല. മനസ്സിലായില്ലേ? സന്തോഷേട്ടനെ പോലെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും എനിക്കും കുറച്ച് ചങ്ങാതിമാരുണ്ട്. അവരോടൊക്കെ ലോഹ്യം പറയുമ്പോൾ ഒരുപാട് സമാധാനമാണ്. എങ്ങനെയുണ്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ? ചൂട് കൂടി നമ്മുടെ നാട് ഉഷ്ണമേഖലാ പ്രദേശമാവുമോ? അത് പേടിക്കേണ്ട സന്തോഷേട്ടാ. നിങ്ങൾക്ക് ഈ പറമ്പിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, എനിക്കുണ്ട് കുറച്ചൊക്കെ മരങ്ങൾ. നമ്മളെ ഒന്നും പഠിച്ചോ വല്ലാതെ കുഴക്കില്ല. നമ്മളൊക്കെ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരല്ലേ.